മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച വില്ലൻ. അഭിനയത്തിൽ ചെമ്പൻ വിനോദിന്റെ പെർഫോമൻസിന്റെ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ്. 2010 പുറത്തിറങ്ങിയ നായകൻ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായി സിനിമയിൽ തുടക്കം കുറിച്ച ചെമ്പൻ വിനോദ് ജോസിന് തന്റെ കരിയറിലെ മോശം സിനിമകളോ കഥാപാത്രങ്ങളോ ചെയ്യേണ്ടി വന്നത് അപൂർവമായി മാത്രമാണ്. ഒരു അഭിനേതാവ് മാത്രമല്ല, താൻ മികച്ച ഒരു തിരക്കഥാകൃത്ത് കൂടിയാണെന്ന് 2017 ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലൊരുങ്ങിയ അങ്കമാലി ഡയറീസിലൂടെ ചെമ്പൻ തെളിയിച്ചിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകരുടെ ആസ്വാദനത്തിന് പുത്തൻ അനുഭവം സമ്മാനിച്ച അങ്കമാലി ഡയറീസിന്റെ വിജയം ചെമ്പന് തിരക്കഥാകൃത്ത് എന്ന സ്ഥാനം കൂടി നൽകുന്നതായിരുന്നു. അങ്കമാലി എന്ന സ്വന്തം നാടിനെ ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ കാണാനും അതിനെ തിരക്കഥയിൽ തന്മയത്വത്തോടെ കൂട്ടിയിണക്കാനും ചെമ്പന് സാധിച്ചിരുന്നു. ഒരു സിനിമയുടെ അടിത്തറ അതിന്റെ തിരക്കഥയാണ്. ചെമ്പൻ വിനോദിന്റെ ഭാവനയിൽ നിന്നുതിർന്നതും ശക്തമായ അടിത്തറയുള്ള തിരക്കഥകളാണ്. അത്തരത്തിൽ അങ്കമാലി ഡയറീസിന് ശേഷം മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത ചെമ്പൻ 2021 മറ്റൊരു സിനിമയ്ക്ക് കൂടി തിരക്കഥയൊരുക്കി. അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഭീമന്റെ വഴി. ആദ്യം ചെയ്ത കഥയുമായോ കഥാ സാഹചര്യങ്ങളുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഉള്ളടക്കമായിരുന്നു ഭീമന്റെ വിജയവഴിയിൽ തെളിഞ്ഞു നിന്നത്. ഒരു വഴിയുടെ പേരിൽ അയൽക്കാരും നാട്ടുകാരും തമ്മിൽ നടക്കുന്ന പൊല്ലാപ്പുകളും ലഹളകളും ഭീമന്റെ വഴി പറഞ്ഞപ്പോൾ അതിൽ നർമ്മവും പ്രണയവും കൊണ്ടുവന്ന് തിരക്കഥ റിച്ചാക്കി ചെമ്പൻ വിനോദ്. സിനിമകൾ നിരവധി ചെയ്തിട്ടുണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന തിരക്കഥകൾ മാത്രമാണ് ചെമ്പൻ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ എഴുതിയ തിരക്കഥകളാകട്ടെ പക്കാ പ്രൊഫഷണലിസത്തോടെ കൈകാര്യം ചെയ്തവ തന്നെയാണ്. ഇനി വരാനുള്ളത് നിസ്സാര സിനിമയല്ല. ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന റംബാനാണ്. മലയാളി പ്രേക്ഷകരും ലാലേട്ടൻ ആരാധകരും കാത്തിരിക്കുന്ന ചിത്രത്തിന് പ്രതീക്ഷകളേറെയാണ്. മോഹൻലാലിനെ മാറ്റി നിർത്തിയാൽ ജോഷി എന്ന സംവിധായകനിലുള്ള വിശ്വാസവും ഇതുവരെ പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത ചെമ്പന്റെ തിരക്കഥയും തന്നെയാണ് റംബാന്റെ ഹൈലൈറ്റ് എന്ന് പറയാം. അങ്കമാലി ഡയറീസും ഇപ്പോൾ മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്ന അഞ്ചക്കള്ളക്കോക്കനും പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ മുഴുനീള ആക്ഷൻ പടമാകാൻ പോകുന്ന റംബാൻ തിരക്കഥയിൽ നിരാശപ്പെടുത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മലയാളികൾ. നിലവിൽ ചെമ്പൻ വിനോദ് പ്രധാന വേഷത്തിലെത്തി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിക്കുന്ന ചിത്രമാണ് സഹോദരൻ ഉല്ലാസ് ചെമ്പന്റെ ആദ്യ സംവിധാന സംരംഭമായ അഞ്ചക്കള്ളക്കോക്കാൻ. സിനിമയുടെ പേരിന്റെ വ്യത്യസ്തത ഉള്ളടക്കത്തിലും പ്രത്യക്ഷമാണ്. വലിയ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ അഞ്ചക്കള്ളക്കോക്കാൻ മറ്റൊരു മാസ് എന്റർടൈനർ ആണ്. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങുന്ന മൃഗീയത കോക്കാനിലെ കഥാപാത്രങ്ങളിലൂടെ അനാവൃത്യമാകുന്നുണ്ട്. കാളഹസ്തി ഗ്രാമത്തിലെ മനുഷ്യരുടെ കഥ പ്രേക്ഷകർക്ക് നൽകുന്നത് മറ്റൊരു കാഴ്ചാനുഭവമാണ്.